الله السلام عليكم ورحمة الله وبركاته. فمرحبا بكم أيضا إلى فصل جديد للصف الثامن. في الفصل الماضي فهمنا عن منظوم الطبيعة. تلك الطبيعة പാഠഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അതിൽ മുദക്കിറ ഇസ്തിഹ്സാനിയ ഞങ്ങൾക്ക് ഇതൊരു ആസ്വാദകക്കുറിപ്പ് തയ്യാറാക്കാനൊക്കെ പരീക്ഷിക്കുന്നുണ്ടാവുമെന്ന് പറഞ്ഞിരുന്നു. വനഹുനുൽ യൗം നദ്ഖുലു ഇലാ അസഫഹത്തി ഇസ്നൈൻ വ സബഈൻ. അല്ലേ, 72ാമത്തെ പേജ് നമുക്കിനി അതിൽ ആക്ടിവിറ്റീസ് നോക്കാം. فأولا نختار من التالية الأبيات التي فيها وصف الطبيعة. هناك بعض الأبيات. ഇവിടെ കുറച്ച് എന്താണ് അബിയാത്ത് പദ്യങ്ങളുണ്ട് അല്ലേ. فعليكم أن تختاروا الأبيات التي فيها وصف الطبيعة. തൊബിയാത്തിനെ കുറിച്ച് പറയുന്ന ഇതിലെ വരികൾ ഏതൊക്കെയാണെന്നാണ്. അനാസ് ഹൂഫി സബാഹി, ഞാൻ രാവിലെ എണീക്കും. കബല ഉസ്ഫൂരും വ തൈരിൻ, കിളികൾക്കും പക്ഷികൾക്കും മുമ്പ്. വൗസല്ലി ഫർള റബ്ബി, എൻ്റെ രക്ഷിതാവിനോടുള്ള ഫർള് ഞാൻ നിസ്കരിക്കും. ഷാക്കിറൻ ആലമ ശുക്രി, ചെയ്യും ഞാൻ നന്ദി പറയും ഏറ്റവും നല്ല രീതിയിൽ. ഇതൊക്കെയാണ് പറയുന്നത്. ഫഹാദ ലൈസ അൻ വസ്ഫി തൊബിയ, ഇത് വസ്ഫി തൊബിയാണോ? അല്ല. സുമ്മ തബസുമുൽ അസ്ഹാറു ഫി അഗ്സാനിക്ക. തബസുമുൽ അസ്ഹാർ, പൂക്കൾ ചിരിക്കുന്നു. ഫി അഗ്സാനിക്ക, നിന്റെ ശിഖിരങ്ങളിൽ, കൊമ്പുകളിൽ. വയഫൂഹു തീബു ഫി അർജായിക്ക, നിന്റെ പ്രദേശങ്ങളിൽ സുഗന്ധം പരക്കുന്നു. തർക്കുസുൽ അത്തിയാറു ഫി ബുസ്താനിക്ക, നിന്റെ പൂന്തോട്ടത്തിൽ കിളികൾ ഡാൻസ് ചെയ്യുന്നു. വസദൽ അൽഹാനിമിൻ വെൽദാനിക്, നിന്റെ മക്കളുടെ ഈണങ്ങളുടെ എക്കോയും അതും ഉണ്ട് എന്നാണ്. അപ്പോൾ ഇത് ഫഹാദ ബുസ്താൻ എന്നൊക്കെ വേണമെന്നുകൊണ്ടെന്താണ് ഫഹാദ അൻ വസ്ഫിത്തൊബിയ, ഇതേതാണ് വസ്ഫിത്തൊബിയായ ഒരു പദ്യമാണ്. പിന്നെ എൻ്റെ അടുത്ത് നോക്കൂ. ഫി ലലാമിൽ ലൈലി അവിസ് ഔ ലൗി സബായി, രാത്രിയുടെ ഇരുട്ടിലോ പുലർച്ചയുടെ വെട്ടത്തിലോ. അഖ്സിദുൽ ബഹറ, ഞാൻ കടലിലേക്ക് പോകും. ഇല റിസ്കിൽ മുബാഹ്, അനുവദനീയമായ ഇതിനു വേണ്ടിയിട്ട് വിഭവം കിട്ടാൻ. ലാ ഉബാലിൽ ബർദ, എനിക്ക് തണുപ്പ് പ്രശ്നമല്ല. ഔ അസ്ഫിർ റിയാഹ്, കാറ്റിൻ്റെ കൊടുങ്കാറ്റ് തീവ്രതയും എനിക്ക് ഒരു പ്രശ്നമല്ല. ദാഇറുൻ ഫൗക്കൽ മിയാഹ്, വെള്ളത്തിൻ്റെ മുകളിൽ കറങ്ങിക്കൊണ്ടിരിക്കും. ഫി സുറൂറിൻ വൻഷിറാഹ്, സന്തോഷത്തോടെ ആശ്വാസത്തോടെ. ഇത് ഒരു മുക്കുവൻ്റെ ഇതാണ്. അപ്പോൾ ഇതും വസ്ഫുത്തൊബിയ അല്ല. സുമ്മ കൈരളായ ഒലു കൈരളായ കൈരള, കേരളമേ അൻതി മക്കീൻ, നീ ഉയർന്നു നിൽക്കുക. അൻതി തർക്കീന ഇലൽ ഫത്ഹൽ മുബീൻ, നീ വ്യക്തമായ വിജയത്തിലേക്ക് ഉയർന്നിരിക്കുന്നു. ഫിൽ ഉലൂമി വൽ ഫുനൂൻ, കലയിലും ശാസ്ത്രത്തിലും. കുല്ലഹീൻ, എല്ലായ്പ്പോഴും. വറാ സഅദക്കി, നിന്റെ സന്തോഷം എനിക്ക് കാണാം. യജുലു ഫിൽ ജബീൻ, നെറ്റിയിൽ തിളങ്ങി നിൽക്കുന്നതായിട്ട്. ഇത് ഫഹാദ ബൈത്തുൻ അൻ കേരള, കേരളത്തെക്കുറിച്ചൊരു ബൈത്താണ് അല്ലേ. അപ്പോൾ ഇത് മാത്രമാണ് വസ്ഫ് തൊബിയ. സുമ ഹുനാഖ് നുലാഹിൽ വനക്തുബ്, നോക്കി എഴുതുന്നതാണ്. നുലാഹിൽ തൽ അബു സുആദ് ബിൽ ഖുറ. തൽ അബു മന തൽ അബു അല്ലേ, കളിക്കുന്നു എന്നാണ്. മൻ സുആദ്, സുആദ് 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 ഇസ്മു മർഅ ഔ ഇസ്മു ബിൻതിൻ, ഒരു പെൺകുട്ടിയുടെ പേരാണ്. ബിൽ ഖുറ, പന്ത് കൊണ്ട് കളിക്കുന്നു അല്ലേ. വഹുനാക ജുംലത്തുൻ ആഖർ അൽ ഖിറാഅ, ഖിറാഅ വായന. ഹിവായ ഒരു ഹോബിയാണ്. മുഫീദ പ്രയോജനകരമാണ്. വഹുനാക ജുംലത്താനി, ഇവിടെ 2 സെൻറ്റൻസുകളുണ്ട് അല്ലേ. മൽ ഫർഖു ബൈനഹുമാ. ഫഹാദൽ ജുംല ബദഅത് ബിഫിഅലിൻ, ഈ ജുംല എന്തുകൊണ്ടാണ് തുടങ്ങിയത്? ഒരു ഫിഅലാണ്. ഫിഅൽ എന്ന് വെച്ചാൽ ഒരു വെർബാണ്, ഒരു പ്രവർത്തനം. തൽഅബു, കളിക്കുന്നു അല്ലേ. ഫഹാദിഹിൽ ജുംല ജുംലത്തുൻ ഫിഅലിയ, ഇതെന്ത് ഫിഅലാണ്, എന്ത് ജുംലയാണ്? ഇതൊരു സെൻറ്റൻസ് ആണ്. ആ സെൻറ്റൻസ് ഒരു ഫിഅൽ കൊണ്ട് തുടങ്ങി നമുക്കിതിനെ
ജുംല ഫിഅലിയ എന്ന് പറയാം. അമ്മ ഹാദിഹി അൽ ഖിറാഅ, അൽ ഖിറാഅ വായന എന്നാണ്. വായന എന്ന വാക്ക്, വായന, ഈ വാക്ക് വായന സത്യത്തിലൊരു പ്രവർത്തനമാണ്. പക്ഷെ വായന എന്ന ഈ വാക്ക് ഒരു ഇസ്മാണ് കേട്ടോ. ഖറഅ വായിച്ചു എന്ന് പറഞ്ഞാൽ അത് ഈ പറഞ്ഞ പോലെ ഫിഅലാണ്. പക്ഷെ വായന എന്ന വാക്ക് എന്താണ്? അത് ഇസ്മാണ്. അതുപോലെ ചാടൽ എന്ന് പറയുന്നത് അതും ഒരു ഇസ്മാണ്, വസ്ബ്. ഇനി വേറെ മുഹമ്മദ് അതൊരു ഇസ്മാണ്. അല്ലെങ്കിൽ കലം പേന അതും ഒരു ഇസ്മാണ്. അങ്ങനെ എല്ലാ ഇസ്മു കൊണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഫഹാദിഹി ജുംലത്തുൻ ഇസ്മിയ, അതെന്താണ്? ജുംല ഇസ്മിയ ആയിട്ടാണ് നമ്മൾ എഴുതുക. ഉദാഹരണം പറഞ്ഞാൽ അതിൻ്റെ വീഡിയോ നോക്കൂ, ശ്രദ്ധിക്കാട്ടാ. ഇവിടെ ഇത് പറയുന്നത് ശ്രദ്ധിക്കാട്ടോ. അയക്കോ. دعني أذكرك يا حديد أنا زازة جملة اسمية. അന സാസ, അന എന്ന് വെച്ചാൽ ഞാൻ, അതൊരു ഇസ്മാണ്. അന സാസ, ഞാൻ സാസയാണ്. ഫഹാദിഹി ജുംലത്തുൻ ഇസ്മിയ, لأنها بدأت باسم. അത് ഇസ്മു കൊണ്ട് തുടങ്ങിയതാണ്. يحب زازة حديدا. എന്നാൽ യുഹിബു സാസ ഹദീദൻ, സാസക്ക് യുഹിബു ഇഷ്ടപ്പെടുന്നു, ഹദീദ് ഇരുമ്പ് ഇഷ്ടമാണ്. ഫഹാദ ഫിഅലുൻ, ഫിഅല് കൊണ്ട് തുടങ്ങി. അപ്പം അതാ جملة فعلية لأنها بدأت بفعل. ഫിഅല് കൊണ്ട് തുടങ്ങി. حديد جملة ഹാദ ഹദീദ്, ഇത് ഇരുമ്പാണ്, അതുകൊണ്ട് اسمية لأنها بدأت باسم. تعتذر زيزي لحديد. തഅ്തസിറു സീസി ലി ഹദീദ്, സീസി എന്ത് ചെയ്യുന്നു? മാപ്പ് പറയുന്നു, ലി ഹദീദ് ഇരുമ്പിനോട്. അപ്പോൾ ഇവിടെ തഅ്തദിറു മാപ്പ് പറയുന്നു എന്നുള്ളത് ഒരു ഇസ്മായതുകൊണ്ട് ഫഹാദിഹി ജുംലത്തുൻ ഫിഅലിയ. جملة فعلية لأنها بدأت بفعل. ഓക്കെ, ഫേൽ കൊണ്ട് തുടങ്ങിയ ജുംല ഫേലിയ, ഇസ്മോട് തുടങ്ങിയ ജുംല ഇസ്മിയ. നോക്കൂ, അഹ്മദ് ത്വാലിബും മുജ്തഹിദുൻ. അഹ്മദ്, അഹ്മദ് മദ ഇസ്മുൻ, ത്വാലിബുൻ മുജ്തഹിദുൻ, അഹമ്മദ് ഒരു എന്താണ്? മിടുക്കനായ പരിശ്രമശാലിയായ വിദ്യാർത്ഥിയാണ്. ഫഅയ്യു ജുംലത്തിൻ ഹാദ? ഇസ്മിയ ഫേലിയ ഔ ഇസ്മിയ? ഹുനാക ബദഅത് അൽ ജുംലത്തു ബി ഇസ്മിൻ ഫഹദ ഇസ്മിയ, ഇസ്മു കൊണ്ട് തുടങ്ങിയ ഇസ്മിയ. ഉറത്തിബു സരീരി ഫി സബാഹ്, എൻ്റെ കിടക്ക, കട്ടിൽ ഞാൻ രാവിലെ ശരിയാക്കും. ഉറത്തിബ് എന്ന് പറഞ്ഞാൽ ഞാൻ റെഡിയാക്കുന്നു, അടുക്കി വയ്ക്കും. അപ്പോൾ ഹാദ ഉറത്തിബു എന്നുള്ളതൊരു വെർബാണ്, ഫേൽ. അപ്പോൾ അതുകൊണ്ട് ജുംല ഫേലിയ. ഇനി തസ്ഖി സൽമ അൽ അസ്ഹാർ, സൽമ പൂക്കൾ നനയ്ക്കുന്നു, അല്ലേ? പൂക്കളെ, ചെടികളാണ് നനയ്ക്കേണ്ടത്, അല്ലേ? തസ്ഖി എന്ന് പറഞ്ഞാൽ നനയ്ക്കുന്നതാണ്. അപ്പോൾ ഹാദിഹി നനയ്ക്കുന്നു എന്നുള്ളത് ഫേലാണ്. അപ്പോൾ അതുകൊണ്ട് ജുംല ഫേലിയ. ദറാജത്തു സാമിർ, സാമിറിൻ്റെ സൈക്കിൾ, ദറാജ ഇസ്മാണ്, അതുകൊണ്ട് ജുംല ഇസ്മിയ. ദറാജത്തു സാമിർ സരിഅത്തുൻ ജിദ്ദൻ, നല്ല സ്പീഡാണ്, അല്ലേ? ഇതുപോലെ നിങ്ങളൊരു സെൻറ്റൻസ് ഉണ്ടാക്കാനാണ് പറയുന്നത്. എങ്ങനെ പറയാം? ദഹബ മുഹമ്മദുൻ ഇലൽ മദ്രസ, ദഹബ മുഹമ്മദുൻ ഇലൽ മദ്രസ, മുഹമ്മദ് മദ്രസയിലേക്ക് പോയി, അല്ലേ? ഫഹാദിഹി ജുംല ഇസ്മിയ ഫേലിയ. ജുംല ഇസ്മിയ എന്താണ്? മുഹമ്മദുൻ ദാരിസുൻ, മുഹമ്മദ് ഒരു വിദ്യാർത്ഥിയാണ്. അങ്ങനെ നിങ്ങൾക്ക് എന്തുണ്ടാക്കാം? ഇസ്മ കൊണ്ട് തുടങ്ങാം, ഫേല് കൊണ്ട് തുടങ്ങാം. ഇനി നോക്കൂ, ഇവിടെ ഇത് രണ്ടും തമ്മിൽ എന്താണ്? ഫേലും ഫായിലും, അതായത് ഫേലും അതിനെ ഫായിലുമാക്കി മാറ്റുന്ന ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. നോക്കാം നമുക്ക്. ഇത് ശ്രദ്ധിച്ചോ? അൽ വലദു നായിമുൻ, അൽ വലദ്സ് ഹാദ ജുംല ഇസ്മിയ, വലതു കൊണ്ട് തുടങ്ങിയത്. അതിനെ ഫേലിയാക്കണ എങ്ങനെയാണ്? ഈ നായിമുൻ എന്നതിനെ എന്താക്കി ഇവിടെ? യനാമു, അതിൻ്റെ ഫേലാക്കി മാറ്റി. നാമ യനാമു നായിമുൻ എന്നാണ്. അതുപോലെ അൽ ബദറു ത്വാലിഉൻ, അപ്പോൾ ത്വാലി എന്താക്കണം ഇവിടെ? ത്വല, ത്വല അൽ ബദറു, അല്ലെങ്കിൽ ത്വലഅത്തിൽ ബദറു, കേട്ടോ? ത്വല അൽ ബദറു. അൽ ബിന്തു റാഖിസത്തുൻ,
അൽ ബിന്തു റാഖിസത്തുൻ. ഇവിടെ അൽ ബദറു ത്വാലിഉ എന്നുള്ളത് ഫേലാണ് വെക്കേണ്ടത് കേട്ടോ. ഫേല് മുളാരിയാണ് വെക്കേണ്ടത്. അപ്പോൾ അൽ ബദറു ത്വാലിഉ ആണെങ്കിൽ തത്തുലുഉ എന്നാണ്. യനാമു അല്ല യത്തുലുഉ അൽ ബദറു, യത്തുലുഉ അൽ ബദറു എന്നാണ്. ഓക്കെ. ഇനി അൽ ബിന്തു റാഖിസത്തുൻ, അപ്പോൾ തർഖുസു അൽ ബിന്തു എന്നാ പറയുക. ഓക്കെ. അൽ ജവ്വു മുഅ്തദിലുൻ, അപ്പോൾ യഅ്തദിലു അൽ ജവ്വു. ഓക്കെ. ഇനി ഇവിടെ നോക്കൂ, യുഫീദു അൽ കിതാബ്. യുഫീദു അൽ കിതാബ്, കിതാബ് എന്താണ്? ഉപകാരപ്പെടുന്നു എന്നാണ്. അപ്പോൾ ഇവിടെ ഫേലിയാക്കുമ്പോൾ കിതാബ് ആദ്യം വെക്കണം. അൽ കിതാബു മുഫീദുൻ. ഓക്കെ. ഇതുപോലെ ഫുള്ളാക്കി എഴുതണം. യത്തുലുൽ ബദറു, തർഖുസുൽ ബിന്തു, യഅ്തദിലുൽ ജവ്വു, അൽ കിതാബു മുഫീദുൻ. ഇങ്ങനെ എഴുതാം. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. നുലാഹിൽ സൂറ വനക്തുബ് ഖംസ ജുമലിൻ കമാ ഫിൽ മിസാൽ ഫിൽ ഖാനത്തൈൻ. ഇവിടെ ഹുനാക സൂറത്ത്, ഫിസ്സൂറത്ത് ഹുനാക ബുസ്താൻ, അല്ലേ? ഇതൊരു തോട്ടമാണ്. വഹുനാക ബഅദ് തുയൂർ വൽ ഫറാഷാത്ത് ഫഅലൈക്കും അൻ തക്തുബു ഖംസ ജുമൽ ബി ഇസ്മ ബിൽ ജുമൽ ഇസ്മിയ അവിൽ ഫേലിയ. ജുംല ഇസ്മിയ ഫേലിയ ആയിട്ട് ഒരു 5 സെൻറ്റൻസ് വീതം ഇവിടെ എഴുതണം, അല്ലേ? ഞാൻ കുറച്ച് വാക്കുകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് നിങ്ങൾ ഓർഡറിലാക്കിയാൽ നമുക്ക് സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ പറ്റും. നോക്കാം. ഇത് പ്രകാരമുള്ള ഇവിടെ നോക്കൂ. നമ്മളെ ചിത്രത്തിൽ പ്രകാരം അൽ ബുസ്താൻ, ബുസ്താൻ പൂന്തോട്ടം, ഫി ഇൽ അസ്ഹാർ പൂക്കൾ, തഫത്തഹത് വിരിഞ്ഞു. അപ്പോൾ എങ്ങനെ പറയാം? ജുംല ഇസ്മിയാണ് ഇതിൽ വരിക, അല്ലേ? എങ്ങനെ പറയാം? അതൊരു ജുംല ഇസ്മിയാണ് ആക്കാം, ഫേലിയാക്കാം. ഇസ്മിയാക്കുമ്പോൾ അൽ അസ്ഹാറു തഫത്തഹത്ത് ഫിൽ ബുസ്താൻ, ഈ ഓർഡറിൽ എഴുതാം. എങ്ങനെ പറയാം? അൽ അസ്ഹാറു തഫത്തഹത്ത് ഫിൽ ബുസ്താൻ. ഇതൊരു സെൻറ്റൻസ്. ഇനി അത് ഈ ഫേലിയാക്കണമെങ്കിലോ തഫത്തഹത്ത് ആദ്യം വയ്ക്കുക. തഫത്തഹത്ത് അൽ അസ്ഹാറു ഫി അൽ ബുസ്താൻ. 2 രീതിക്ക് നിങ്ങൾക്ക് എഴുതാം. എന്നിട്ടത് നമ്മൾ ഇവിടെ എഴുതി കൊടുക്കാം. തഫത്തഹത്ത്, അത് ഇവിടെ വന്നിട്ടുണ്ട്. തഫത്തഹത്ത് അൽ അസ്ഹാറു ഫിൽ ബുസ്താൻ. ഇനി അടുത്തത് ഫി ഇൽ യതീറു പറക്കുന്നു അൽ ബുസ്താൻ പൂന്തോട്ടത്തിൽ അത്വയർ പക്ഷി. ഇത് 2 രീതിക്ക് ഇത് ജുംല ഇസ്മിയാക്കിയും ഫേലിയാക്കിയും എഴുതാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫേലിയാണെങ്കിൽ യതീറു അത്വയറു ഫി അൽ ബുസ്താൻ, പൂന്തോട്ടത്തിൽ പറക്കുന്നതാണ്. ഇനി അത് ഇസ്മിയാക്കണമെങ്കിൽ ആദ്യം അത്വയറു വയ്ക്കുക. അത്വയറു യതീറു ഫി അൽ ബുസ്താൻ. സിമ്പിളാണ്. ഓക്കെ. ഇനി ഇത് സാഫിയത്തുൻ, ഇത് എന്താണ്? തെളിഞ്ഞതാണ്. അസ്സമാഉ, ആകാശം തെളിഞ്ഞതാണ്. അപ്പോൾ ആദ്യം ഇത് ജുംല ഇസ്മിയെ മാത്രമേ ആക്കാൻ പറ്റുള്ളൂ. അസ്സമാഉ സാഫിയത്തുൻ. അടുത്ത സെൻറ്റൻസ്. ഇനി അൽ ഫറാഷത്തു പൂമ്പാറ്റ ജമീലത്തുൻ, ഭംഗിയുള്ളതാണ്. അതും ജുംല ഇസ്മിയാണ്. ഇനി അടുത്ത് നോക്കൂ. ഇല തമീലു ചായുന്നു, അൽ ജദുവൽ അരുവി, അൽ അഷ്ജാർ മരങ്ങൾ. അപ്പം മരങ്ങൾ അരുവിയിലേക്ക് ചാരുന്നു എന്നാണ്. അപ്പം എങ്ങനെ പറയണം? തമീലു ജുംല ഫേലിയ, തമീലു ചാരുന്നു, അൽ അഷ്ജാർ മരങ്ങൾ, ഇലൽ ജദുവൽ. ഓക്കെ. ഇനി അത് ഫേലിയാക്കണമെങ്കിൽ ഇസ്മിയാക്കണമെങ്കിൽ അൽ അഷ്ജാറു തമീലു ഇലൽ ജദുവൽ. അടുത്ത സെൻറ്റൻസ്. ഇങ്ങനെയുള്ള സെൻറ്റൻസുകൾ ഉണ്ടാക്കിയിട്ട് മക്കൾ ഇവിടെ എഴുതാനാണ് പറയുന്നത് കേട്ടോ. സിമ്പിൾ അല്ലേ? അൽ മ നഖിയുൻ, തെളിഞ്ഞത്, മാ ഉൻ വെള്ളം. അപ്പോൾ അൽ മാ ഉ നഖിയുൻ, ഇത് ജുംല ഇസ്മിയാണ്. ഇനി അല മുകളിൽ, തജ്ലിസു ഇരിക്കുന്നു, അൽ അസ്ഹാർ പൂക്കൾ, അൽ ഫറാഷ പൂമ്പാറ്റ. അപ്പോൾ ഇരിക്കുന്നു, അല്ലേ? തജ്ലിസു അൽ ഫറാഷത്തു അലൽ
അസ്ഹാർ. ഈ ഓർഡറിലാണ് ജുംല ഫേലിയ വരിക. ഇസ്മി ആണെങ്കിൽ അൽ ഫറാഷത്തു തജ്ലിസു അലൽ അസ്ഹാർ. റായത്തു അൽ അസ്ഹാറു റായത്തുൻ, പൂക്കൾ മനോഹരമാണ്. അടുത്തതോ ഫി ഇൽ യജിരി അൽ ബുസ്താൻ, പൂന്തോട്ടം. ജദുവൽ അരുവി. അപ്പോൾ യജിരി അൽ ജദുവൽ, അരുവി ഒഴുകുന്നു. ഫി അൽ ബുസ്താൻ, പൂന്തോട്ടത്തിൽ. ജുംല ഇസ്ഫീലിയ. അത് ഫേസ്മി ആക്കണമെങ്കിൽ അൽ ജദുവൽ ആദ്യം വെച്ചാൽ മതി. അൽ അഹ്ജാർ, കല്ലുകൾ. കബീറ, വലുതാണ്. അൽ അഷ്ജാർ, മരങ്ങൾ. മാ ഇല, ചാരി നിൽക്കുകയാണ്. പിന്നെയോ യജിരി, ഒഴുകുന്നു. അൽ ജദുവൽ, അരുവി. ബൈനൽ, ഇടയിലൂടെ. അൽ അഹ്ജ, കല്ലുകൾക്കിടയിലൂടെ. ഇത്രയും സെൻറ്റൻസുകൾ നമുക്കതിൽ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ഇതിൽ കൂടുതലും നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ സൂചിപ്പിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി പാഠഭാഗങ്ങളിലേക്ക് വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.